ഒരു കബോർഡ് നമ്മൾ വില കൊടുത്ത് വാങ്ങണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? പിന്നെ ആക്രിക്കാർക്ക് കൊടുത്താലോ അവർ നമുക്കിങ്ങോട്ട് കാര്യമായ വിലയൊന്നും തരൂല. പിന്നെ ഇത്രയും വലിയൊരു ഷൂ റാക്ക് വാങ്ങണമെങ്കിലും നമ്മൾ നല്ലൊരു എമൗണ്ട് മുടക്കണമല്ലോ. ഇതൊന്നുമില്ലാതെ പെട്ടെന്ന് കാര്യം സാധിച്ചു തന്ന ഒരു സംഭവമാണ് എൻ്റെ ഈ മീൻ സേഫ്. അങ്ങനെ പാത്രങ്ങളും ഫുഡുകളും ഒക്കെ വെച്ചിരുന്ന നമ്മുടെ മീൻ സേഫിനെ ഞാനങ്ങ് ഷൂ റാക്കായിട്ട് കൺവേർട്ട് ചെയ്തു. ഏതൊരു സാധനവും നമുക്ക് വേസ്റ്റായിട്ട് കളയുന്നതിന് മുമ്പ് അത് മറ്റൊന്നിന് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് എപ്പോഴും ഒന്ന് റീതിങ്ക് ചെയ്യും. അങ്ങനെ റീതിങ്ക് ചെയ്തിട്ട് ഉണ്ടായ ഒരു സാധനമാണ് ഈ ഇരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ കാർ ഷെഡ്. ഈ കാർ ഷെഡിലിരിക്കുന്ന ഒരാളെ മനസ്സിലായല്ലോ, എൻ്റെ ചോക്കുട്ടൻ. പിന്നെ ഇങ്ങനെ അങ്ങ് പോകുമ്പോൾ ഇതിൻ്റെ അറ്റത്ത് ദേ ഒരു കബോർഡുണ്ട്. സാക്ഷാൽ മീൻ സേഫ് തന്നെയാണ്. നമ്മുടെ ഈ മെയിൻ സേഫിനകത്തെ പാത്രങ്ങളോ ഫുഡോ അല്ല, ഷൂകളാണ്. മൾട്ടി കളർ ഷൂസ് പലരുടേത് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ്. കൊറോണ എന്ന് പറയുന്ന സംഭവം പഠിപ്പിച്ചത് ചില്ലറ പാഠങ്ങളല്ല. ജീവിതം ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടുമായിരുന്നു. ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഭയങ്കര സൂപ്പർ ഫാസ്റ്റ് പോകുന്ന പോലെ. പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് വന്നപ്പോൾ ജോലിയിൽ നിന്നും നമ്മുടെ ഒഫീഷ്യൽ ഡ്യൂട്ടികളിൽ നിന്നും എല്ലാം നമ്മൾ മാറി വീട്ടിലേക്ക് ഫോഴ്സ്ഫുള്ളി നമ്മൾ ഇരിക്കേണ്ട ഒരവസ്ഥ വന്നു. ആ സമയമാണ് നമ്മുടെ വീടും ചുറ്റുപാടും നമ്മൾ കണ്ണു തുറന്ന് നോക്കുന്നു, പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കി വന്നപ്പോൾ ഔട്ട് ഹൗസിൽ കളയാനായിട്ടിട്ടിരുന്ന പല സാധനങ്ങളും എനിക്കത് റീയൂസ് ചെയ്യാമെന്ന് തന്നെ മനസ്സിലായി. പഴയ സാധനങ്ങളോട് ഒരു സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻറ്റ്. ഇതിൻ്റെ ബാക്ക് സൈഡിലത്തെ തടിയെല്ലാം ഇളകിപ്പോയിരുന്നു. എന്നിട്ട് നമ്മളിത് ആക്രിക്ക് കൊടുക്കാമെന്ന് ഉള്ള വിചാരത്തിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ പോളിഷെല്ലാം പോയിരുന്നു, അതുകൊണ്ട് നമ്മളിപ്പോൾ പെയിൻ്റ് ആക്കി. ആ പോയ തടിയെ ഞാൻ ഒരു പ്ലൈ വെച്ചടിച്ച് ഓൾമോസ്റ്റ് റെഡിയാക്കിയെടുത്തു. ഇതിൻ്റെ അകത്തിപ്പം നമ്മൾ ഒരു പ്ലൈ ആണ് ബാക്കിലടിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിനെ ഒരു യൂസ്ഫുൾ സാധനമാക്കി മാറ്റിയെടുത്തു. ഏതൊരു സാധനവും എടുത്ത് കളയാൻ നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷേ ഒന്ന് റീതിങ്ക് ചെയ്യുക, ഇത് നമുക്ക് എന്തിനെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഇങ്ങനെയൊരു യൂസ് കിട്ടിയാലോ, നല്ലൊരു കാര്യമല്ലേ.